ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കോട്ടത്ത് വേട്ടക്കരുമ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം തുടങ്ങി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഘോഷയാത്രയും കലാവാറ നിറയ്ക്കൽ ഘോഷയാത്രയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ പരിപാടിയിൽ ഇന്നാണ് ഗൈസ്. നാളെ തെയ്യത്തിൻ്റെ തോറ്റവും കാര്യങ്ങളും. തെയ്യം നാളെ പുലർച്ചയ്ക്ക് ഉണ്ടാവും. നാളെ തെയ്യലും ഉണ്ടാവും കേട്ടോ. രാത്രിക്കാണ് തെയ്യാന്ന്. അപ്പം നല്ല അനുഭവിക്കും. അപ്പം ഇന്നത്തെ പരിപാടിയുടെ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് പറ്റുന്നത്ര എടുക്കാൻ പറ്റുമോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മളെ പരിപാടിയും കൂടി ഉണ്ട്. എന്താവോ എന്തിയാവോ ഒന്നും അറിയില്ല. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഓരോ പണിപ്പം നമുക്കറിയാം. തെയ്യത്തിൻ്റെ സമയത്ത് വളക്കെല്ലാം തുടക്കുമല്ലേ. അങ്ങനെ വളക്ക് തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ചോറും കറിയും എല്ലാം ആവണം. വൃത്തിയാക്കണം. അതെല്ലാം കഴിഞ്ഞ് തുടക്കണം. പിന്നെ ഒരു 7 മണിയെല്ലാം ആകുമ്പോഴേക്കും കുട്ടികളെ കൈകൊട്ടി കളിക്ക് വേണ്ടി റെഡിയാക്കി നിർത്തണം. അപ്പം അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഒരു നിമിഷം കൊണ്ടെല്ലാം സംഭവിച്ചായിരുന്നു. പെട്ടെന്നൊരു ക്ഷീണം വന്നു. BP ലോ ആയിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ലോ കാണിച്ചു. അതുപോലെ കൈക്കും കാക്കുവലം ബലം കുറവുള്ളതുകൊണ്ടാണ് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ട്രിപ്പ് ഇട്ടു. പക്ഷേ ഓട്ടോമാറ്റിക്കലായിട്ട് ട്രിപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ഏട്ടന് ഉഷാറായി. അഡ്മിറ്റ് ആക്കേണ്ട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം പോയി. കാരണം വെച്ചാൽ എൻ്റെ ഡാൻസ് കളിക്കാൻ പറ്റും തോന്നിയിട്ടില്ല. ഇന്നിൻ്റെ ഡാൻസ് കണ്ടിട്ടുമില്ല. എൻ്റെ ഡാൻസ് എനിക്ക് അവർ വീഡിയോ എടുത്തത് അയച്ചു തന്നതാട്ടോ. അങ്ങനെ വീട്ടിലെത്തി ചിക്കൻ കറി ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് ആശുപത്രിയിൽ പോയല്ലോ. അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തി മേടിച്ചിട്ട് ചിക്കൻ കറിയും ചപ്പാത്തിയും കഴിച്ചു. നേരെ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി. വേറൊരു പരിപാടി ഞാൻ കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നതിന് ഒട്ടും വിചാരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഏട്ടന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുണ്ടായി. പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ. ഇത് ഞാൻ പഠിപ്പിച്ച ഭാരതിച്ചി, സിന്ധുച്ചി, ഷീജേച്ചി, മൈജേച്ചി ഇവരൊരു ടീമാണ് കേട്ടോ. ഇവരുടെ ഡാൻസ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇവരെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും ഞാൻ അടുത്തുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സിറ്റുവേഷൻ അതായിരുന്നു. ഇവരൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അതിനുശേഷം സുജീരും ഷീബേച്ചിലും പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കളിക്കുന്നത്. കാരണം ദേശം ക്ഷീണമായിട്ട് ആശുപത്രിയിൽ കാണിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുതായാലും ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ ഏതായാലും കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. കോസ്റ്റ്യൂമൊക്കെ മാറ്റണം. ഏകദേശം 12 മണിയായി. അപ്പം നമുക്ക് ശരിക്കും നമുക്ക് ഇത് കളിക്കാൻ പറ്റിയ യോഗ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കഴിച്ചിരിക്കും. വലിയൊരു ഉദാഹരണമാണ് ഇന്ന് നടന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ബൈ, സീ യു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എല്ലാം ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ എന്തല്ലോ അപ്പം ഇന്ന് നമ്മുടെ തെയ്യാണ് കേട്ടോ. തെയ്യത്തിൻ്റെ തോറ്റാണ് ഇന്ന്. അപ്പോൾ രാത്രിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അടുത്തമ്മയും കൂടി പോകുന്നതാണ്. പിള്ളേർ നേരത്തെ പോയി. അപ്പോൾ തെയ്യത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് അവിടുത്തെ രാത്രിയത്തെ ഭക്ഷണം കേട്ടോ. നല്ല കേബേജ് വറവ്, സാമ്പാർ, കൂട്ടുകറി ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, നാരങ്ങക്കറി ഉണ്ടായിരുന്നു. അമ്പലത്തിലത്തെ ചോറ് നല്ല ടേസ്റ്റില്ലേ. പായസം ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം പൊലച്ചൊക്കെ ഏകദേശം ഒരു 4:45-5 മണിയാകുമ്പോൾ ഞാനും രകേശ്വരനും പിള്ളേരെല്ലാം ഓടി വന്ന് കണ്ട് തെയ്യാന്ന് കേട്ടോ. പിന്നെ അപ്പാടന്നെ വീട്ടിലേക്ക് തിരിച്ചു. എല്ലാവരും തെയ്യം കാണാൻ പോയി. ഞാൻ ഡാൻസ് ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഡാൻസ് ക്ലാസ് ഒഴിവാക്കാൻ കഴിയില്ല. പൊളിച്ചൊക്കെ തെയ്യം കാണാൻ പോയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് ഇപ്പം ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് പോകുന്നതാണ്. അടുത്ത വിശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തെയ്യമൊക്കെ കഴിഞ്ഞു. 3 ദിവസത്തെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തിന്. അവസാനം ദേശേട്ടൻ ഐസൊക്കെ വാങ്ങിച്ചു തന്നു. നേരെ വീട്ടിലെത്തി. ഇതൊരു കളിക്കുന്ന ഒരു സാധനം കേട്ടോ. പാരച്ചൂട്ട് പോലത്തെ നല്ല രസമുണ്ട് കാണാൻ.
അത് നിവൂട്ടനോട് ഇങ്ങനെ അതൊന്ന് പറത്തി വിടാൻ പറയുന്നതെന്ന്. അപ്പോൾ അവന് ആദ്യം കുറേ എല്ലാം പവർ കഴിച്ചു, പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതാ നല്ലുണ്ട് കേട്ടോ കാണാൻ. അപ്പാടാണ് ഇന്നു പറഞ്ഞത് അമ്മ എൻ്റെ പേപ്പർ സോപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇത് ഇന്നുവിനെ മേടിച്ച പേപ്പർ സോപ്പാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചന്തയിലേക്ക് തിരിച്ചാൽ അതെല്ലാം കാണുന്നതല്ലേ ഇവർക്ക് വേണ്ടി വരും. ഇത് രാത്രിക്ക് അന്ന് രാത്രിക്ക് തേൻ കഴിഞ്ഞ ദിവസം രാത്രിക്ക് ഏട്ടൻ പിടിച്ചോടുന്ന മീനാട്ടോ. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഇത് തലേ ദിവസം ബാക്കി വെച്ച ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഞാൻ കറിയാക്കി. കരിമീൻ പൊരിച്ചു, നെയ്ച്ചോറ്, കച്ചമ്പർ, അതാണ് നമ്മുടെ സലാഡ്. അപ്പോൾ ഇന്നത്തെ ഇതിലൂടെ ബൈ, സീ യു.